CPM-ൽ നിന്നും വ്യത്യസ്തമായി കോൺഗ്രസിന് ശക്തിയേകുന്നത് പലപ്പോഴും യുവ നേതാക്കളാണ്. അവർ ചാനൽ മുഖങ്ങളായി വരുമ്പോൾ പിന്നെ പറയാനില്ല. കോൺഗ്രസ് യുവതാരങ്ങളുടെ വായിലിരിക്കുന്നത് കേൾക്കാതെ ഒരു ദിവസവും പല CPM നേതാക്കളും അത്താഴം കഴിക്കാറില്ല. അങ്ങനെ കോൺഗ്രസിനെ പിടിച്ചു നിർത്തുന്നതിൽ പ്രമുഖനാണ് മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ കൂടിയായ കണ്ണൂരിലെ റിജിൽ മാക്കുറ്റി. കേരള രാഷ്ട്രീയത്തിലെ പുലിക്കുട്ടികളായ കോൺഗ്രസ് നേതാക്കന്മാർ എൻ രാമകൃഷ്ണന്റെയും കെ സുധാകരന്റെയും അതേ കളരിയിൽ തന്നെ രാഷ്ട്രീയം അഭ്യസിച്ച റിജിൽ കടത്തനാടൻ അഭ്യാസമുറയുടെ മെയ്വഴക്കത്തോടെ തന്നെയാണ് രാഷ്ട്രീയത്തിലും പയറ്റുന്നത്. അതിനു വേണ്ടത് ധൈര്യം തന്നെയാണ്. ഗാന്ധിസത്തോടൊപ്പം തന്നെ ധൈര്യവും കാത്തുസൂക്ഷിക്കുന്നവരാണ് പ്രത്യേകിച്ച് കണ്ണൂരിലെ കോൺഗ്രസ് നേതാക്കൾ. അതുകൊണ്ട് ഈ കുട്ടിസഖാക്കളുടെ ഓലപ്പാമ്പിനെയൊന്നും ഇവർ പണ്ടേ പേടിക്കാറില്ല. എങ്കിലും ഓലപ്പാമ്പ് കാണിച്ചില്ലെങ്കിൽ CPM-കാർക്ക് ഉറക്കവും വരില്ല. പണ്ടൊക്കെയാണെങ്കിൽ 100ഉം 1000ഉമാണ് CPM-ന്റെ പ്രകടനത്തിൽ ഉണ്ടായിരുന്നത് എങ്കിൽ ഇപ്പോൾ അവരുടെ അംഗസംഖ്യ 9ഉം 1ഉം 10ആയി മാറിയിരിക്കുന്നു എന്ന് മാത്രം. പറഞ്ഞു വരുന്നത്, കഴിഞ്ഞ ദിവസം കോഴിക്കോട് ജില്ലയിലെ CPM ശക്തി കേന്ദ്രമായ നാദാപുരം വളയത്ത് ഒരു യോഗത്തിൽ റിജിൽ മാക്കുറ്റി പ്രസംഗിച്ചു. അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ റിജിൽ വിമർശിച്ചു എന്നതാണ് CPM-കാർക്ക് കലിയിളകാൻ കാരണം. അത് പറയുന്നതിന് മുൻപ് മാക്കുറ്റിയുടെ ആ പ്രസംഗം നമുക്കൊന്ന് കേട്ടു നോക്കാം. മുഖ്യമന്ത്രിക്ക് കൂറ് ഇടതുപക്ഷത്തിലെ മന്ത്രിമാരോടും ഘടകകക്ഷികളോടാണോ? ഈ നാടോടല്ല. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൂറ് നരേന്ദ്രമോദിയോടാണ്, BJP-യോടാണ് എന്നുള്ള തെളിവായി നമ്മളത് കാണണം. പ്രിയപ്പെട്ടവരെ, കേരളത്തെ RSSന്റെ BJP-യുടെ കേന്ദ്രമാക്കി മാറ്റണോ? ഈ പറഞ്ഞു പറ്റിച്ച ആളുകളുടെ മുമ്പിൽ ഞങ്ങൾ RSSനെ എതിർക്കുന്നവരോ, ഞങ്ങൾ RSSുമായി പോരാടുന്നവരോ? നിങ്ങൾ പാനൂർ നോക്കൂ, നിങ്ങൾ കൂത്തുപറമ്പ് നോക്കൂ, എത്ര സഖാക്കളാണ് RSSുമായി വെട്ടിയെറിഞ്ഞ് മരിച്ചത് എന്നൊക്കെ പാടുന്നവരോട് ഞങ്ങളൊരു കാര്യം പറയാ. ഇപ്പൊ അവർ ഒന്നിച്ചാണ്, ഒക്കെ ചങ്ങായിമാരാണ്. ഇപ്പൊ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ശിക്ഷിക്കപ്പെട്ടവൻ CPM-കാരൻ BJP-കാരൻ കൊന്ന കേസിലെ പ്രതി, CPM-കാരനെ കൊന്ന കേസിലെ BJP-കാർ ഒന്നിച്ചാണ് ഇപ്പൊ കച്ചവടം കണ്ണൂർ സെൻട്രൽ ജയിൽ നടക്കുന്നത്. നിങ്ങൾ അറിയോ? കൊടിസുനിയും BJP-യുടെ ക്രിമിനലുകളും ഒന്നിച്ച അവിടുന്ന് സ്വർണം പൊട്ടിക്കാൻ തീരുമാനിക്കുമ്പോ ഒന്നിച്ചാണ്, അതിന് പങ്ക് പറ്റുന്നത് ഒന്നിച്ചാണ്. എങ്ങനെയാണ് ഇവർ പങ്ക് പറ്റുന്നത്? ഇപ്പോ CPM-കാരനെ കൊന്ന കേസിൽ BJP-കാരൻ സാക്ഷി പറയാറില്ല. BJP-കാരനെ കൊന്ന കേസിൽ CPM-കാരൻ സാക്ഷി പറയാറില്ല. ഇരട്ടക്കൊല കേസിലെ പ്രതികൾ രക്ഷപ്പെട്ടു. CPM-കാരനെ കൊന്ന കേസിലെ പ്രതികൾ BJP-കാരൻ രക്ഷപ്പെട്ടു. എന്താ കാരണം? സാക്ഷി പറയാൻ ഇത് തയ്യാറാകുന്ന കാരണം ഇന്ത്യയാണ് അഡ്ജസ്റ്റ്മെന്റ്. എന്താണ് ഇതിൽ റിജിൽ പറഞ്ഞത്? മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഏറ്റവും വലിയ ചങ്ങാതിമാരാണ് എന്നുള്ളതാണ്. എത്രയോ തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ പുറത്തു വരുന്നു. കേസുകൾ കേന്ദ്രത്തിന്റെ മുന്നിൽ ഉള്ളപ്പോഴും ഒരന്വേഷണം പോലും ഇല്ലാതെ പിണറായി വിജയനെയും മകനെയും മകളെയും ഒക്കെ ജയിലിലടക്കാതെ കാത്തു സൂക്ഷിക്കുന്നത് നരേന്ദ്രമോദിയാണെന്നുള്ളത് ഏത് കുഞ്ഞിനാണ് അറിയാത്തത്? അത് വളയത്തെ സഖാക്കളുടെ അടുത്ത് വന്ന് പറയാൻ ധൈര്യം കാണിച്ചത് റിജിൽ മാക്കുറ്റിയാണ്. അതുപോലെ മോഷണം നടത്തിയിട്ടും കേസിൽ നിന്നെല്ലാം രക്ഷിക്കുന്ന നരേന്ദ്രമോദി പറഞ്ഞതുപോലെ രാത്രിക്ക് രാത്രി പോയി സംഘപരിവാറിൻ്റെ പാഠ്യപദ്ധതി PM ശ്രീയിൽ ഒപ്പിട്ട് വന്നത് പിണറായി വിജയനാണ്. അത് നരേന്ദ്രമോദിക്ക് കീഴടങ്ങിയെന്ന് ഈ സംസ്ഥാനത്തോട് ആദ്യം പറഞ്ഞത് കോൺഗ്രസ് അല്ല, അവരുടെ ഘടകകക്ഷിയായ CPI ആണ്. അങ്ങനെ ലോക മലയാളികൾ മുഴുവൻ പിണറായി നരേന്ദ്രമോദിക്ക് കീഴടങ്ങിയെന്നും ന്യൂനപക്ഷ സ്നേഹം വെറും കാപട്യമാണെന്നും പറഞ്ഞു നടക്കുന്നത് കുറേ ദിവസമായി. അത് കോഴിക്കോടിൻ്റെയും കണ്ണൂരിൻ്റെയും അതിർത്തി പ്രദേശങ്ങളായ പാർട്ടി ഗ്രാമങ്ങൾ പോലും വിശ്വസിച്ച് കഴിഞ്ഞതാണ്. 90% കമ്മ്യൂണിസ്റ്റുകാരും പിണറായിയുടെ ഈ തട്ടിപ്പ് മനസ്സിലാക്കി കഴിഞ്ഞു. കമ്മ്യൂണിസത്തെ പണയം വെച്ച് ആ കാശുകൊണ്ട് അഭിനവ മുതലാളിയായി നടക്കുന്ന പിണറായി വിജയൻ എന്ന നേതാവിനൊപ്പം കൂട്ടുകൂടാൻ ആത്മാഭിമാനമുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ഇപ്പോൾ നിൽക്കാറില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ ചില പ്രത്യേക മാനസികാവസ്ഥയിൽ പിണറായി വിജയൻ ഛർദ്ദിക്കുന്നത് അതേപടി എടുത്ത് മലയാളികളുടെ മുഖത്തു തേക്കാൻ നടക്കുന്നവരും ചിലരുണ്ട്. അങ്ങനെയുള്ളവർക്ക് റിജിൽ മാക്കുറ്റിയുടെ ഈ പ്രസംഗം ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. അവർ രംഗത്തു വന്നു. വിരലിൽ പോലും എണ്ണാൻ ഇവരില്ലെങ്കിലും പിണറായി പോലീസിൻ്റെ എസ്കോട്ട് ഈ യോദ്ധാക്കൾക്കും ഉണ്ടായിരുന്നു. ആ ദൃശ്യങ്ങളിലേക്കും നമുക്കൊന്ന് പോകാം. യൂത്ത്
ഏതായാലും കഴുത കാമം കരഞ്ഞു തീർത്തു. റിജിൽ മാക്കുറ്റിയെ വെല്ലുവിളിച്ചത് കൊണ്ടൊന്നും സത്യം മറക്കാൻ കഴിയില്ല. പിണറായി വിജയൻ ആരാണെന്നും റിജിൽ മാക്കുറ്റി പറഞ്ഞത് എന്താണെന്നും കേരളം നന്നായി മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളത് ഇവർ നല്ല സമയം കിട്ടുമ്പോൾ ഒന്ന് ആലോചിച്ചാൽ നല്ലത്.